ഈ കാണുന്നത് എൻ്റെ ഒരു 2-3 വർഷം പഴക്കമുള്ളൊരു ഫീഡിങ് കുർത്തിയാണ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അലമാരയുടെ ഒരറ്റത്ത് ഒതുങ്ങിക്കൂടിപ്പോയൊരു കുർത്തിയും കൂടെയാണിത്. ഈ ഒരു കുർത്തി എൻ്റെ കണ്ണിൽ പെട്ടപ്പോഴത്തേക്കും ഇതിനെ വെട്ടി ഒരു താജ്മഹൽ പണിയണമെന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നതെങ്കിലും കുറച്ചധികം വർഷം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് അലമാരയിൽ ഇരുന്നതിൻ്റെ ഇരുമ്പൂറിലൊക്കെ വീഴുമല്ലോ, കറ ഒക്കെ വീഴുമല്ലോ, അങ്ങനെയായിരുന്നു അതിൻ്റെ അവസ്ഥ. അതോടുകൂടി താജ്മഹൽ എന്നെൻ്റെ സ്വപ്നം അവിടെ അങ്ങ് തീർന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു പരീക്ഷണം നടത്തുമ്പോൾ ഇതിൽ തന്നെ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെന്നെത്തിയ പരീക്ഷണമാണ് ഒരു കൗൾ നെക്ക് എന്ന പാറ്റേൺ. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുർത്തിയുടെ മേൽഭാഗവും താഴ്ഭാഗവും സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ആ താഴത്തെ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റിച്ച് ഫുൾ അഴിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നീളത്തിനുള്ളൊരു തുണി കിട്ടും. ഇതിലാണ് നമ്മൾ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ഈ ഒരു കൗൾ നെക്കിൻ്റെ ഫോട്ടോ ഞാൻ ഈ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം. ബേസിക്കായിട്ട് സ്റ്റിച്ചിങ് അറിയാമെന്നുള്ള ഏതൊരാൾക്കും 5 മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് സ്റ്റിച്ച് ചെയ്യാം. മൊത്തത്തിലൊരു 10 മിനിറ്റ് കൊണ്ട് കൗൾ നെക്ക് റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് ഞാൻ ഈ ഒരു പത്ര കട്ടിങ്ങാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ പത്രം മാത്രമേ ഉള്ളൂ. ക്യാൻവാസ് പേപ്പറോ അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഷോൾഡർ 7 കൊടുത്ത് അവിടുന്ന് താഴോട്ട് ആം ഹോളും 7 കൊടുത്തതിന് ശേഷം ആം ഹോളിൻ്റെ ആ ഒരു വരയുടെ പകുതി ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മുടെ ചെസ്റ്റ്, മിഡ് വേസ്റ്റ്, താഴത്തെ ഭാഗം എല്ലാത്തിൻ്റെയും 4/1 ഭാഗം അടയാളപ്പെടുത്തി ഒരു 1-1.5 തയ്യൽ തുമ്പും കൊടുത്ത് ആ ഒരു 3 പോയിൻറ്റും അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഈ എല്ലാത്തിൻ്റെ അളവുകൾ കൃത്യമായിട്ട് പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്നില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു രീതി മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് അളവുകളെല്ലാം കൃത്യമായിട്ട് കൊടുത്ത് ഇതേപോലൊരു ഈ ഒരു രീതിയിൽ വരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ആം ഹോളിൻ്റെ കർവും വരച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആം ഹോളൊക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് വരയ്ക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്ക് നെക്കാണ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്കാണ് നമ്മളുടെ കൗൾ നെക്ക് മോഡൽ വരുന്നത്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് അളവെടുത്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ബാക്ക് ഇതേപോലെ ഒരു 2 ഇഞ്ച് വരച്ചൊരു ബോക്സ് വരച്ചൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു നമ്മുടെ ആദ്യത്തെ ചെസ്റ്റിൻ്റെ അവിടുത്തെ അടയാളത്തിൽ നിന്ന് ഇതേപോലൊരു നീളത്തിനൊരു വരയും കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, നെക്കിൻ്റെ അങ്ങോട്ട് നീളത്തിനൊരു വര കൊടുത്തിട്ട് ആ ഒരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നെക്കും സൈഡും മാത്രം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് തയ്ക്കാനുള്ള തുണിയെ 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ബാക്ക് സൈഡ് ഇതേപോലെ തന്നെ നെക്ക് ഉൾപ്പെടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബാക്ക് സൈഡാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളുടെ കൗൾ നെക്കിൻ്റെ പാറ്റേൺ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനിയാണ് ഈ ഒരു പേപ്പർ കട്ടിങ്ങിൽ ഞാൻ നീളത്തിനൊരു വര വരച്ചെന്ന് പറഞ്ഞില്ലേ, ചെസ്റ്റിൻ്റെ അവിടെ ആ ഒരു വരയിലൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് 2 പീസായി പോകാതെ എൻഡിലൊരല്പം ജോയിൻ കൊടുത്തതിന് ശേഷം ഇത്രയ്ക്ക് ഓപ്പണായി വരുന്ന രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് സൈഡിൻ്റെ തുണി 2ആയിട്ട് മടക്കിയിട്ടിട്ട് ഈ ഒരു പാറ്റേൺ അതിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള വശത്ത് കറക്റ്റായിട്ടൊന്നിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് ഇറക്കിയാണ് വയ്ക്കാൻ. കാരണം നമുക്കിത് ഈ കട്ട് ചെയ്ത പോർഷൻ ഇത്രയും വൈഡായിട്ടൊന്ന് നമ്മൾ വാ പൊളിച്ച് വെക്കൂലേ, അതേപോലെ ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. ഓവറായിട്ട് തുറക്കരുത്. നമ്മൾ മാക്സിമം പോയ ഒരു 7 നമുക്ക് ആ ഒരു ഓപ്പൺ 7 മാത്രം നമുക്ക് വരുന്ന രീതിയിൽ ചെയ്യാവൂ. ഇല്ലെങ്കിൽ നമ്മുടെ നെക്ക് ഒരുപാട് ഇറക്കമായിപ്പോവും. ഇന്നർ ഇടുമെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇല്ലയെന്നുണ്ടെങ്കിൽ 7 കറക്റ്റായിട്ട് നമ്മളുടെ നെക്ക് കിട്ടാനുള്ളൊരു അതിൽ കുറഞ്ഞു പോയാൽ നെക്ക് ഇച്ചിരി മേളിലോട്ടിരിക്കും, ഇറങ്ങിപ്പോയാൽ നല്ല ഇറങ്ങിപ്പോകും എന്നുള്ള രീതിയിലായിപ്പോവും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ ആ പേപ്പറിൻ്റെ സൈഡ് വഴി നമ്മളിങ്ങനെ ആം ഹോൾ ഉൾപ്പെടെ ബോഡി ഉൾപ്പെടെ ട്രേസ് ചെയ്തതിന് ശേഷം ഈ കാണുന്നത് പോലെ ഈ ഒരു കട്ടുണ്ടല്ലോ നെക്കിൻ്റെ ഷോൾഡറിൻ്റെ ഈ കാണുന്നതാണ് ഷോൾഡർ. ആ സ്കെയിൽ വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് നമ്മൾ നീളത്തിനാണ് വരയ്ക്കുക. മേളിലോട്ടുള്ള നമ്മുടെ നെക്കിൻ്റെ പോർഷൻ എടുക്കണ്ട. ഈ ഷോൾഡറിൻ്റെ അവിടെ വന്ന് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് ഞാൻ സ്കെയിൽ വെച്ച് വരച്ചതുപോലെ, ഞാൻ കൈ കാണിക്കുന്നത് പോലെ നമ്മളൊന്ന് വരച്ച് കൊടുത്തതിന് ശേഷം അതേ സെയിമായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആം ഹോളൊക്കെ അതിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് ഷോൾഡർ. ഇവിടെ നിന്ന് നെക്ക് പോവാതെ നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേരെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ നൂത്തെടുക്കുമ്പോൾ നമ്മുടെ കൗൾ നെക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണം, സൂക്ഷിച്ച് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എത്ര പഴയതായ തുണിയാണെന്ന് പറഞ്ഞാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും കട്ടി കുറവായതുകൊണ്ട് തന്നെ ലൈനിങ്ങും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൈനിങ് ഇല്ലാത്തവർക്ക് ലൈനിങ് ഇല്ലാതെ വയ്ക്കാം. ഞാനിതിന് കട്ടി കുറവായതുകൊണ്ട് ലൈനിങ്ങും കൂടെ ഇതേ സെയിം ആയിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്.
പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സ്ലീവ്സ് എൻ്റെ കുർത്തിയിൽ ഓൾറെഡി ഉള്ള സ്ലീവ്സ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം ബാക്ക് നെക്കും ലൈനിങ്ങും കൂടെ ഇതിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് മറിച്ചടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ്, അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം ഒരുപാട് വീഡിയോ ലോങ് ആയിപ്പോൾ. അപ്പോൾ അതിനുശേഷം ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ സ്റ്റിച്ചിങ് രീതി. അപ്പം നമ്മൾ ആ നീളത്തിന് കൊടുത്തില്ലേ ആ ഒരു ഭാഗം മാത്രം, ഇൻ കേസ് ലൈനിങ് വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തൊന്ന് ചെറുതായിട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. ലൈനിങ് വയ്ക്കുന്നെങ്കിൽ ഇതേപോലെ നീളത്തിനിങ്ങനെ നമ്മൾ ഷോൾഡർ ഒഴിച്ച് നമ്മൾ നീളത്തിന് കട്ട് ചെയ്തെടുത്ത ഈ ഒരു നെക്കിൻ്റെ പോർഷൻ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ചെറിയൊരു കട്ട് കൊടുത്ത് മറിച്ചിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് നെക്ക് നമുക്ക് ഫിനിഷായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ ഒഴിച്ച് ബാക്കി ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ജോയിനിങ്. ഇതാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ ആ താഴെ ഇരിക്കുന്നതാണ് ബാക്കും, നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന സൈഡിലത്തെ കട്ടാണ് നമ്മളുടെ ഷോൾഡർ വരുന്നത്. ആ രണ്ട് ഷോൾഡറും കൂടെ ഒന്ന് ഒരേപോലെ വെച്ച് നല്ല വശം ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ആദ്യം കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു പിന്ന് വെച്ച് കൊടുത്ത് നൂത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഇതിലൊരു പിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഇതേപോലെയാണ് നമ്മുടെ നെക്ക് ഉണ്ടാവുക. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ നൂത്തിട്ട് കാണിച്ച് തരാമേ എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ ബാക്ക് പോർഷൻ. അതിനെങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ്റെ ഈ എൻഡിലുള്ള ഇത്രയും ഭാഗമാണ് നമ്മൾ ഷോൾഡർ. ബാക്കിയാണ് നമ്മൾ നെക്കായിട്ട് നീളത്തിന് വെട്ടി കൊടുത്തത്. അപ്പോൾ ഈ ഒരു ഷോൾഡറും കൂടെ കറക്റ്റായിട്ട് വെച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഷോൾഡർ ജോയിനിങ് ഇവിടെ റെഡിയാവും. അപ്പോഴത്തേക്കും ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്ത പ്രകാരം ഇതേപോലെയാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൽ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അൺഈവനായിട്ടുള്ള നമ്മുടെ സ്ലീവ്സിൻ്റെ അവിടെ അൺഈവനായിട്ടുള്ള ഈ ഒരു സാധനം ഒന്ന് കട്ട് ചെയ്ത് കളയണം. കാരണം നമ്മൾ എങ്ങനെയായിരുന്നാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കും. അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം സ്ലീവ്സ് നിങ്ങളുടെ അളവിന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എനിക്ക് സ്ലീവ് ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ എടുക്കുന്നത്. അധികമായിട്ട് തുണിയില്ലല്ലോ, നമ്മൾ കുർത്തിയിൽ നിന്നല്ലേ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സ്ലീവ് ഒന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ ടോപ്പിൻ്റെ എൻഡ് ലൈനിങ്ങും നല്ല തുണിയൊക്കെ ഡബിൾ ഫോൾഡ് ചെയ്ത് എൻഡ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിൽ നിന്നൊന്ന് ഷേപ്പ് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ, ഈ ഒരു നെക്ക് നമുക്ക് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും വെറും 10 മിനിറ്റ് പോലും വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി സ്റ്റിച്ചിങ് ഒന്നും നോക്കണ്ട, നെക്ക് മാത്രം നമുക്കൊരു 10 മിനിറ്റ് കുറവ് സമയം മാത്രം മതി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഫൈനൽ ലുക്ക്. ഇത് ആക്ച്വലി നമുക്കൊരു സാറ്റിൻ്റെ തുണിയിലാണ് ഈ ഒരു നെക്ക് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് നല്ല ഒഴുക്ക മട്ടിൽ കിടക്കത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പരീക്ഷണാർത്ഥം ഞാൻ ഇത് വെച്ച് ചെയ്തതേ ഉള്ളൂ. ഇതും അങ്ങനെ മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ ഒരു വടി പോലെ നിൽക്കാത്ത കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.